ഇന്നലെ Q3 റിസൾട്ട് വന്ന കാനറ ബാങ്കിന്റെ കമ്പനി അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ NIMS 2.45 മുതൽ 2.5% എന്ന റേഞ്ചിലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. NPA കുറവായതിനാൽ സ്ലിപ്പേജുകൾ കുറഞ്ഞു എന്നൊരു അപ്ഡേറ്റ് കൂടിയാണ് ഇപ്പോൾ കാനറ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്ക് അറിയാം വിഷ്ണു, ഇന്നലെ കാനറ ബാങ്കിന്റെ ഓഹരികളിൽ വലിയൊരു ഇടിവാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്പനി അപ്ഡേറ്റ് കൂടി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡാബർ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാഭം 7.3% ഉയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 553.6 കോടി രൂപയായിട്ടുണ്ട് ഇപ്പോൾ ഡാബർ ഇന്ത്യയുടെ ലാഭവിഹിതം. വരുമാനം 6.1% ഉയർന്നിരിക്കുന്നു. 3558.6 കോടി രൂപയിലേക്കാണ് ഈ Q3 റിസൾട്ടിൽ ഡാബർ ഇന്ത്യയുടെ ഒരു മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പറയാം, അല്ലേ? ഈ ഒരു രണ്ട് സ്റ്റോക്ക് ഞാൻ എന്തായാലും ഒരു ടെക്നിക്കൽ വ്യൂ പറയാം. അതിനെ പറഞ്ഞ പോലെ തന്നെ കാനറ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു പാദഫലങ്ങൾക്ക് പിന്നാലെ വലിയൊരു ഇടിവ് നമ്മൾ കണ്ടിരുന്നത്. 4% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഇന്നും ഏതായാലും ഒരു ഇടിവ് തന്നെയാണ്. 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് കാനറ ബാങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത് വലിയ രീതിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലായിരുന്നു കാനറ ബാങ്കിന്റെ ഒരു ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരുന്നത്. നമ്മളൊരു വീക്കിലി ബേസിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓഹരിയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ മന്ത്ലി ഒക്കെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഈ ലോങ് ടൈം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടായിരുന്നു. ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു ഇടിവെന്ന് നമ്മൾ കാണേണ്ടതാണ്. അതിൽ ഇടിവിനെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ ഈ കാനറ ബാങ്കിൻ്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ സെപ്റ്റംബർ മുതൽ നോക്കുമ്പോൾ തന്നെ വലിയൊരു റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നൊരു രീതിയിൽ മാത്രം ഈ ഒരു താൽക്കാലികമായ ഒരു ഇടിവിനെ കണ്ടാൽ മതി. ഏതായാലും പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലൊന്നും ഓഹരിയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ഏതായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കാം. നമ്മൾ എടുത്തു പറയേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി 141 എന്നൊരു പ്രൈസിലാണ് കാനറ ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് പറയാൻ സാധിക്കുന്നത്. മറ്റൊരു ഓഹരി നയനം മെൻഷൻ ചെയ്തത് ഡാബർ ആയിരുന്നു. ഡാബറിനെ സംബന്ധിച്ചും ഇന്ന് ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 508 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളൊരു ഷോർട്ട് ടൈം ട്രെൻഡ് ഓഹരിയിൽ നോക്കുമ്പോൾ കാണുന്നത് ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ്. വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് സോൺ കൂടിയാണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗിലാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഈ ഒരു സപ്പോർട്ടിന് ശേഷമുള്ള അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഈ ഒരു ഓഹരിയിൽ വന്നു തുടങ്ങിയിട്ടില്ല. എന്നാലും ഒരു ഹെൽത്തി കൺസോൾട്ടേഷൻ നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കും.